ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും നമ്മൾ മുമ്പേ കാണുന്ന ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട്, പാർലേജി ബിസ്ക്കറ്റിലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പരിചയം കാണില്ല. പണ്ട് മുതൽക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതിനായിട്ട് ഞാൻ എടുത്തത് ഈ ഒരു അളവിലുള്ള പാർലേജി ബിസ്ക്കറ്റാണ്. ഇതിന് 25 രൂപയാണ് വരുന്നത്. ഇതിനൊരു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ ചെറുതായിട്ട് കൈവച്ച എണ്ണ പീസാക്കി കൊടുക്കുകയാണ്. മുഴുവനായും പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കുക. ഏകദേശം പൊടിച്ച് കിട്ടിയാൽ നമ്മൾക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിനി കൂടുതൽ മധുരം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ആ പഞ്ചസാരയും ബിസ്ക്കറ്റും കൂടി ഒന്ന് മിക്സ് ആകുന്ന വിധത്തിലും പഞ്ചസാര നല്ല പോലെ തന്നെ പൊടിയാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതൊന്ന് കൂടി പൊടിച്ചെടുക്കാം. ഇനി അതിന് ശേഷം നമുക്കൊരു അരിപ്പ് വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. ബിസ്ക്കറ്റ് പൊടിയാതെ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാനായിട്ടാണ്. ഇത് നല്ല പോലെ തന്നെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടുകൊടുക്കുക. ഈ അരിപ്പയിൽ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്. അതും കൂടി ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് പാലാണ്. 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടത്. ഫസ്റ്റ് ഞാൻ നേർപകുതി പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് നല്ല പോലെ തന്നെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കുക. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടോപ്പ് ഇട്ട് കൊടുത്ത് വിസിലൊന്ന് അഴിച്ചു മാറ്റുക. ഇനി ഫ്ലെയിം ഓൺ ആക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കളറായി കിട്ടാനായിട്ട് ഞാൻ കേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് 45 മിനിറ്റാണ് എനിക്ക്. അപ്പോൾ ഇതാ കറക്റ്റ് വേവായിട്ടുള്ള കേക്കാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞ് പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൽ മൈദപ്പൊടിയോ എഗ്ഗോ ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ആ മൈദപ്പൊടി ചേർത്തതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പൊടിഞ്ഞു പോകുന്നത്. വെറും ബിസ്ക്കറ്റും പാലും മാത്രമല്ലേ നമ്മൾ ചേർത്തെടുക്കുന്നുള്ളൂ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണെന്ന്. അപ്പോൾ ഈ ഒരു ഈസി കേക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.